ഇതെന്റെ മോള് ജെന്നിഫർ. ഞങ്ങൾ അവളെ സ്റ്റെഫി എന്നാണ് വിളിക്കുക. മോൻ അവളെ ജെന്നിഫർ എന്നോ സ്റ്റെഫി എന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. വരണ മോള് കണ്ടോ? മോക്ക് ഇഷ്ടപ്പെട്ടല്ലോ. കല്യാണത്തിന് നീ സമ്മതിച്ചതിൽ ഞാൻ ഹാപ്പിയാ. പക്ഷെ നിനക്ക് വരണ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പപ്പ വേറെ ചെറുക്കനെ കൊണ്ടുവരാം. എങ്ങനെ? ഇഷ്ടപ്പെട്ടോ? നാളെ ഇനി പെണ്ണ് കാണാൻ വരുമല്ലേ, നോക്കിക്കോ. ഞാൻ അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അപ്പൊ ഓക്കെ ആണല്ലേ ചക്കരയ്ക്ക്? ഓക്കെ. ജോൺ ഇമ്മാനുവലിന്റെ പൗത്രിയും സമരസ പാണ്ഡ്യന്റെ പുത്രിയുമായ ജെനിഫറിനെ തോട്ടത്തിൽ ചാക്കോയുടെ പൗത്രനും എന്റെ പുത്രനുമായ ഡേവിഡിന്റെ വധുവാക്കാൻ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിരിക്കുന്നു. പാസ്പോർട്ട് ഓക്കെ, വിസ ഓക്കെ, എല്ലാം ഓക്കെ. നെക്സ്റ്റ് വീക്ക് കാനഡ. ഐ ആം ഗോയിങ്. നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ. ഐ ആം ഗോയിങ്. അയ്യോ, ഓടി വരണേ, ഓടി വരണേ. ആരെങ്കിലും എന്താണ് അവിടെ ഒരു കരച്ചില്? പ്രിയപ്പെട്ട ജെന്നിഫറിന് എന്നോട് ക്ഷമിക്കണം. ഈ കത്ത് ജെന്നിഫറിനൊരു ഷോക്കായിരിക്കും. ഞാനൊരു കുട്ടിയുമായി സ്നേഹത്തിലാണ്. എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത്. എന്നെ ജീവന തുല്യം സ്നേഹിച്ച ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. കല്യാണത്തലേന്ന് വരൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ളത് വിഷമം ഉണ്ടാക്കുമെങ്കിലും അതൊരു ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ സമാധാനിക്കുന്ന വിശ്വാസത്തിൽ. ശിവ, ഫ്ലൈറ്റ് ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ എല്ലാം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ശിവ, ഐ ലവ് യു മൈ സൺ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് എൻജോയ്. ഇങ്ങോട്ട് നോക്ക. ചെയ്ത് നേരം കരഞ്ഞോണ്ട് അച്ഛനെ കണ്ടുപിടിക്കും. ബൈ ബൈ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു, സന്തോഷത്തോടെ യാത്ര അയക്കുന്നു. ഈ അമ്മയെ കൊണ്ട് തോറ്റു. അവിടെ അത് ശരിയല്ല, ഇവിടെ ഇത് ശരിയല്ല എന്ന്. അറ്റ്ലീസ്റ്റ് എയർപോർട്ട് വരെയെങ്കിലും ഞാൻ. എയർപോർട്ട് വരെ വന്നോട്ടെന്ന്. അമ്മ എയർപോർട്ടിലേക്കോ? എന്റെ അമ്മോ, നോ ചാൻസ് അറ്റ് ഓൾ. അവിടെ വന്നാൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. പോകുന്നതിന് മുൻപ് ഐ വാണ്ട് ടു സീ സം ഗുഡ് തിങ്സ്, നോട്ട് ടു സീ ദീസ് മോങ്ങൽസ്. I'll come soon, ma. Okay, bye. Bye, pa. Bye. Shiva, take care. Okay. Bye. ഈ ജനത്തിരക്കിനിടയിൽ കണ്ണടയിട്ടൊരുത്തൻ നടന്നു വരുന്നത് കണ്ടോ? അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ കഥയ്ക്കും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ കഥയുടെ വഴിത്തിരിവ് അവനാണ്. ഈ ബ്ലഡ് ആരുടേതാണെന്നറിയോ? കുറ്റാലത്തിൽ വെച്ച് ജെന്നിഫർ ഡൊണേറ്റ് ചെയ്ത അതേ ബ്ലഡാണ്.